രണ്ട് കള്ളന്മാരുടെ ഉദാഹരണം നമുക്കറിയാം. അവർ ജീവിതകാലം മുഴുവൻ കളവ് നടത്തി കള്ളന്മാരെന്ന് പേര് നേടിയവരാണ്. പക്ഷേ ആ കുരിശിൽ കിടന്നുകൊണ്ട് ഒരു കള്ളൻ രക്ഷപ്പെട്ടു, മറ്റേ കള്ളൻ ഇതാ വിധിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് പത്രോസും യൂദാസും. രണ്ടുപേരും ഒരേപോലത്തെ തെറ്റാണ് ചെയ്തത്. ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുത്തു, മറ്റേയാൾ തള്ളിപ്പറഞ്ഞു. പക്ഷേ നമുക്കറിയാം ദൈവം എങ്ങനെയാണ് വിധി നടപ്പാക്കിയത്. പത്രോസിനെ കത്തോലിക്ക സഭയുടെ തലവനാക്കി. യൂദാസ് എന്നേക്കുമായി നരകത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്വർഗത്തിൽ പോകാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ നമ്മളുടെ മാനസാന്തരം, നമ്മൾ ചെയ്ത തെറ്റിന് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ വിധിക്കലല്ല.